പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വച്ചിട്ട് കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊരു പിൻവാങ്ങലാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരമൊരു പിൻവാങ്ങൽ വലിയ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് കേരളത്തിൽ തുറന്നിടുന്നത്. ഏതു തരത്തിലുള്ള വികസനമാണ് ഇനി കേരളത്തിൽ സാധ്യമാവുക എന്നതാണ് ആ ചോദ്യം. ദേശീയപാതകൾ 4 വരിയും ചിലയിടങ്ങളിൽ 6 വരിയും വരെയായി. നമ്മുടെ റെയിൽവേ ലൈനുകളുടെ ശേഷിയുടെ 120% ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ടൂറിസം ചരക്കു നീക്കങ്ങൾക്ക് ജലപാത സഹായിച്ചേക്കുമെങ്കിലും അതിവേഗ യാത്രകൾക്ക് ഉതകുന്നതല്ല. ലോകമെങ്ങും അതിവേഗ ട്രെയിനുകളിലാണ് വളർച്ചയുടെ അടുത്ത ഘട്ടം കണ്ടെത്തുന്നത്. ആ പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വച്ചിട്ട് കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കെ റെയിൽ എന്ന കമ്പനിയിൽ 49% ഓഹരി ഉടമസ്ഥത റെയിൽവേക്കാണ്, 51% സംസ്ഥാന സർക്കാരിനും. അപ്പോ ആ കമ്പനിയാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കും കൂട്ടുത്തരവാദിത്തമാണ്. പദ്ധതിക്ക് അനുകൂലമായല്ല ഇപ്പോ റെയിൽവേ പ്രതികരിച്ചത്. അതായത് ഓഹരി ഉടമകളിലെ രണ്ടാമത്തെ കമ്പനിക്ക് പദ്ധതിയിൽ താല്പര്യമില്ല. റെയിൽവേക്ക് സ്വന്തം നിയന്ത്രണത്തിൽ നിൽക്കുന്ന നിലവിലുള്ള പദ്ധതികളുടെ എക്സ്റ്റൻഷനുകളിൽ മാത്രമാണ് താല്പര്യം. കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേടാണ് റെയിൽവേയുടെ എതിർപ്പായി വന്നത്. രണ്ടാമത്തെ ഓഹരി ഉടമയായ റെയിൽവേ പദ്ധതിക്കെതിരാണെന്ന് ഒന്നാമത്തെ ഓഹരി ഉടമയായ സംസ്ഥാന സർക്കാർ പറഞ്ഞു വയ്ക്കുക കൂടിയാണിപ്പോ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പ്രതീക്ഷയുടെ പാളം തെറ്റിയ കെ റെയിൽ. ഏറ്റവും ഒടുവിൽ കെ റെയിൽ വിഷയത്തിൽ റെയിൽവേ സംസ്ഥാന സർക്കാരിന് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിലാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടത്. സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് മാറുക, ലൈനിനെ നിലവിലുള്ള ലൈനുകളുമായി വിവിധ ഇടങ്ങളിൽ ബന്ധിപ്പിക്കുക, പാളങ്ങളുടെ ഗ്രേഡൻസ് പരിഷ്കരിക്കുക, സുരക്ഷാ സംവിധാനമായ കവച് ഏർപ്പെടുത്തുക, അഴുക്കുചാലുകൾ കുറ്റമറ്റതാക്കുക, നിർമ്മാണമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക. ഇത്രയുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. പദ്ധതി നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ മറുപുറമായിരുന്നു ആ നിർദ്ദേശങ്ങളിൽ ചിലത്. ലോകമെങ്ങും അതിവേഗ ട്രെയിനുകൾ സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതിനെ ബ്രോഡ് ഗേജിലേക്ക് മാറ്റിയാൽ നിലവിലുള്ള ട്രെയിനുകളുടെ വേഗം മാത്രമാണ് സാധ്യമാവുക. മാത്രവുമല്ല, നിലവിലുള്ള പാതകളിലൂടെ അത്തരമൊരു നീക്കം നടക്കുകയുമില്ല. നിലവിലുള്ള പാതകളുമായി ബന്ധിപ്പിച്ചാൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ ചരക്കു വണ്ടികൾക്ക് വേണ്ടി പോലും പാസഞ്ചർ വണ്ടികൾ പിടിച്ചിടേണ്ട ഒരു സ്ഥിതി ആവർത്തിക്കും. എന്താണോ സിൽവർ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടപ്പാകാതെ വരും എന്ന് സാരം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മന്ത്രി അബ്ദുറഹ്മാൻ നിയമസഭയിൽ കഴിഞ്ഞ വർഷം നൽകിയൊരു മറുപടിയുണ്ട്. അതിൽ പറയുന്നത് 2024 ഒക്ടോബർ മാസം 16 മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം പദ്ധതിക്കെതിരല്ല എന്നറിയിച്ചിരുന്നു എന്നാണ്. അതായത് 1 വർഷം മുൻപ് വരെ റെയിൽവേ ഈ പദ്ധതിക്ക് അനുകൂലമായിരുന്നു എങ്കിൽ പിന്നീടാണ് ഈ നയം മാറ്റിയത്. കെ റെയിൽ തന്നെ ആവശ്യമില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ റെയിൽവേ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളുമായി റെയിൽവേ ബോർഡിന്റെ മുന്നിലേക്ക് പദ്ധതി തള്ളിവിടുകയായിരുന്നു. റെയിൽവേ ബോർഡാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങളോട് അനുകൂലമായല്ല പ്രതികരിച്ചതും. റെയിൽവേ നൽകിയ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ആവശ്യപ്പെട്ടത്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെ രാജ്യത്ത് നടപ്പാക്കുന്ന അതിവേഗവും മിതവേഗവുമായ പദ്ധതികളെല്ലാം സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈനും സ്റ്റാൻഡേർഡ് ഗേജിൽ നടപ്പാക്കുമെന്നാണ് സംസ്ഥാനം നിലപാട് സ്വീകരിച്ചത്. സത്യത്തിൽ ഈ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായില്ല എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. സിൽവർ ലൈൻ നടപ്പാക്കണം എന്ന കാര്യത്തിൽ സംസ്ഥാനവും അത് അനുവദിക്കേണ്ട എന്ന കാര്യത്തിൽ കേന്ദ്രവും നയം സ്വീകരിച്ചു. ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഈ 2 നയങ്ങൾ വെച്ചാണ് ഇതുവരെയുള്ള ചർച്ചകളെല്ലാം നടന്നത്. അത് കൂട്ടിമുട്ടാതിരിക്കാനാണ് സ്റ്റാൻഡേർഡ് ഗേജിനെ അട്ടിമറിച്ച് ബ്രോഡ് ഗേജ് നിർദ്ദേശങ്ങൾ വെച്ചത്. ബ്രോഡ് ഗേജിൽ അതിവേഗം സാധ്യമല്ലെന്നറിയാവുന്ന സ്ഥാപനം തന്നെയാണ് റെയിൽവേ. തന്നെയുമല്ല, നിലവിലെ പാതകളുമായി സിൽവർ ലൈനെ ബന്ധിപ്പിക്കാൻ സാധ്യമല്ലെന്നും റെയിൽവേക്ക് നന്നായി അറിയാം. അപ്പോ നടക്കില്ലെന്ന് ഉറപ്പാക്കി തന്നെ വെച്ച നിർദ്ദേശങ്ങളിലായിരുന്നു ഇതുവരെ ചർച്ചകൾ നടന്നിരുന്നത്. റെയിൽവേയുമായി അടുത്ത ഭിന്നത സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിലാണ്. റെയിൽവേയുടെ 108 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോഴത്തെ അലൈൻമെന്റിൽ ആവശ്യമായി വരുന്നത്. ഇത് വിട്ടുകൊടുക്കാൻ റെയിൽവേ തയ്യാറല്ല. അഥവാ വിട്ടുകൊടുത്താൽ അത് ബ്രോഡ് ഗേജിൽ വേണമെന്നാണ് റെയിൽവേ ആവശ്യപ്പെടുന്നത്. റെയിൽവേയുടെ മറ്റ് ട്രെയിനുകൾ കൂടി ഓടിക്കാവുന്ന സംവിധാനം എന്ന നിലയിലാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. റെയിൽവേയുടെ സ്ഥലം ഒഴിവാക്കിയാൽ 2 പ്രശ്നം. ഒന്ന്, കൂടുതൽ സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അത് വലിയ വെല്ലുവിളിയാകും. വെല്ലുവിളി ഇരട്ടിയാക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ സംസ്ഥാനം കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നിലവിലെ വിശദ പദ്ധതി രേഖ അഥവാ DPR അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടത് 11,837 കോടി രൂപയാണ്. ഈ തുക സംസ്ഥാനമാണ് കണ്ടെത്തേണ്ടത്. അതിനൊപ്പം 108 ഹെക്ടർ സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ടി വരും.
മറ്റൊരു 5000 കോടിയിലേറെ അതിനു മാത്രം കണ്ടെത്തേണ്ടി വരും. നടപ്പാക്കാൻ ഉദ്ദേശമില്ല എന്നതുകൊണ്ട് റെയിൽവേ സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കാനാകില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചെന്ന കാര്യം ഇവിടെ വ്യക്തവുമാണ്. പദ്ധതിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് 66,941 കോടി രൂപയാണ്. ഇതിൽ റെയിൽവേയുടെ വിഹിതം 3,125 കോടി, സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 3,252 കോടി. ഇതിന് പുറമെ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി 4,252 കോടിയും സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 33,700 കോടി രൂപയുടെ രാജ്യാന്തര വായ്പയുമായിരുന്നു നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. റെയിൽവേയുടെ നിക്ഷേപം സ്ഥലവിലയായാണ് കണക്കാക്കിയിരുന്നത്. വിവിധ നികുതി ഇളവുകൾ വഴി കേന്ദ്ര സർക്കാർ 3,189 കോടി രൂപയും സംസ്ഥാന സർക്കാർ 2,896 കോടി രൂപയും മുതൽ മുടക്കണമെന്നും പറഞ്ഞിരുന്നു. സ്ഥലം ഏറ്റെടുക്കാനുള്ള 11,837 കോടി രൂപയും സംസ്ഥാനം തന്നെ മുടക്കും. താൽപര്യമുള്ള ഭൂ ഉടമകൾക്ക് വില പിന്നീട് വിതരണം ചെയ്യുന്ന ഡെഫേർഡ് സ്കീം വഴി 1,525 കോടിയും കണ്ടെത്താനാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. ഈ പദ്ധതി ഇനി നടപ്പാക്കണമെങ്കിൽ ചെലവ് ഇവിടെയൊന്നും നിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. 1,00,000 കോടി രൂപയാണ് കുറഞ്ഞത് വേണ്ടി വരിക. കേന്ദ്രവും സംസ്ഥാനവും റെയിൽവേയും പൊതുജനങ്ങളും എല്ലാം കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരും. അതോടൊപ്പം വായ്പയും വർദ്ധിപ്പിക്കേണ്ടി വരും. പദ്ധതി ഓരോ വർഷം വൈകുന്തോറും ഇതിന്റെ ബാധ്യത കൂടിക്കൂടി വരികയായിരുന്നു. സംസ്ഥാനത്ത് ഒരു പദ്ധതിയുടെ കാര്യത്തിൽ ഇത്രയേറെയും നീണ്ടുപോയ ഒരു സ്ഥിതിവിശേഷവും പിന്മാറേണ്ടി വന്ന വേറെ ഒരു വിശേഷവും ഇല്ല എന്ന് തന്നെ പറയാം. വലിയ എതിർപ്പുകൾ ഉണ്ടായ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനും ഒക്കെ വൈകിയാണെങ്കിലും നടപ്പാവുക തന്നെ ചെയ്തു. എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിൽ നിർദ്ദേശം മാത്രമാണ് വന്നത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിരുന്നില്ല. ഇവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയ ശേഷമാണ് ഇപ്പോഴത്തെ ഈ പിൻവാങ്ങൽ. ഇതുവരെ ഈ പദ്ധതിക്ക് വേണ്ടി 51 കോടി രൂപയാണ് ചെലവിട്ടത്. ആ പണം കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ മറ്റൊരു വലിയ ചോദ്യമുണ്ട്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നില്ലേ എന്നാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ആപേക്ഷികമാണ്. കാരണം ഗതാഗത സമൃദ്ധിയായി സംസ്ഥാനം അടുത്തൊരു ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമായിരിക്കാം. അങ്ങനെ ഒരു മാറ്റം ഇവിടുത്തെ ജീവിതത്തിലും ടൂറിസത്തിലും പ്രകടമായി മാറുകയും ചെയ്തിരിക്കാം. അതോടൊപ്പം പദ്ധതിക്കെതിരെ വലിയ എതിർപ്പുയർത്തി വന്നവരുണ്ട് എന്ന കാര്യവും കാണാതെ പോകരുത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയൊരു ജനത സ്ഥലം ഏറ്റെടുക്കുന്നതിന് എതിരായിരുന്നു. അവരുടെയൊക്കെ ഭൂമി ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാകില്ല എന്ന് പറയാം. ഭൂമി വിട്ടുകൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് മറ്റെവിടെയെങ്കിലും ജീവിതം കെട്ടിപ്പടുക്കാം എന്നൊക്കെ ചിന്തിക്കാൻ വളരെ കുറച്ചാളുകൾക്കേ സാധിക്കൂ. അതുകൊണ്ടാണ് പദ്ധതി ഇത്ര വലിയ എതിർപ്പ് നേരിട്ടത്. സത്യത്തിൽ സിൽവർ ലൈനിനോട് ഇപ്പോഴുണ്ടായ എതിർപ്പ് ഭൂ ഉടമകളുടേതാണ്. പിന്നെ ഉണ്ടായ എതിർപ്പ് രാഷ്ട്രീയപരവും. വികസനത്തോട് ആർക്കും വിയോജിപ്പുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടതുമുന്നണി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്ന ആശങ്കയാണ് UDF-നെയും BJP-യെയും പദ്ധതിയുടെ മറുവശത്തെത്തിച്ചത്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കുന്ന BJP-ക്ക് കേരളത്തിലെ സിൽവർ ലൈനിനോട് നയപരമായ എതിർപ്പുണ്ടാകേണ്ടതല്ല. എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി വാദിച്ചിരുന്ന UDF-നും അങ്ങനെ തന്നെയാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോ പിൻവാങ്ങേണ്ടി വന്നത്. പ്രതീക്ഷയുടെ ട്രാക്കിലല്ല എന്ന് ഉറപ്പാണെങ്കിൽ ആ മഞ്ഞക്കുറ്റികൾ കൂടി എടുത്തു മാറ്റുകയാകും നല്ലത്. ജനങ്ങൾക്ക് അനാവശ്യമായ ഭീതി ഒഴിഞ്ഞു കിട്ടും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.